പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിപ്പിക്കാനുറച്ച് ഇസ്രായേൽ. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തി. ഇറാനിലെ ഇസ്ഫഹാൻ മേഖലയിലെ വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന നഗരങ്ങളിലെ വ്യോമഗതാഗതം നിർത്തിവച്ചു. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിരവധി പ്രാവശ്യങ്ങളിൽ ഇറാൻ സജ്ജമാക്കി. മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് പതിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് അധികൃതർ സൂചിപ്പിച്ചു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അമേരിക്ക പ്രതികരിച്ചു. അപകടത്തിൽ പരിക്കു പറ്റിയവരെക്കുറിച്ചും മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ 3 ദിവസം മുമ്പ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 2 ഇറാൻ ജനറൽമാർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് ഇറാൻ പ്രയോഗിച്ചത്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.